ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 2-ലെ പേജ് നമ്പർ 44-ലെ ഫിഗർ ഇറ്റ് ഔട്ടിലെ 9th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ഡയറി പ്ലാൻസ് ടു പ്രൊഡ്യൂസ് 8.5 ബില്യൺ packets of milk in a year. They want a unique ID code for each packet. If they choose to use the digits 0 to 9, how many digits should the code consist of? അപ്പോൾ ഡയറി 8.5 ബില്യൺ പാക്കറ്റ്സ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഓരോ പാക്കറ്റിനും അവർ യുണീക്ക് ഐ ഡി ആണ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് ചൂസ് ചെയ്യുകയാണ് എങ്കിൽ ആ ഐ ഡിയിൽ എത്ര ഡിജിറ്റ്സ് കൺസിസ്റ്റ് ആകുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള പാക്കറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 8.5 ബില്യൺ ആണ്. അപ്പോൾ 8.5 ബില്യണിൽ എത്ര ഡിജിറ്റ്സ് വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ സിസ്റ്റമാണ്. അപ്പോൾ എങ്ങനെ വരും? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000, 100,000. പിന്നെന്താ വരുന്നത്? മില്യൺ ആണ് വരുന്നത്. മില്യൺ, 10 മില്യൺ, 100 മില്യൺ, അടുത്തത് ബില്യൺ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് 8.5 ബില്യൺ വരുമ്പോൾ എന്ത് വരും? 8.5 വരുമ്പോൾ ഇവിടെ വരും 5, അടുത്തതെല്ലാം സീറോസ് വരും. അപ്പോൾ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ കോഡിനകത്ത് എത്ര ഡിജിറ്റ്സ് കൺസിസ്റ്റ് ആവും? അറ്റ്ലീസ്റ്റ് 10 ഡിജിറ്റ്സ് ഇതിനകത്ത് കൺസിസ്റ്റ് ആവും. അപ്പോൾ എന്തെഴുതാം? ദ കോഡ് ഷുഡ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 10 digits to get a unique ID for each packet. അടുത്തത് 10th ക്വസ്റ്റ്യൻ. 64 ഈസ് എ സ്ക്വയർ നമ്പർ ആൻഡ് എ ക്യൂബ് നമ്പർ. അപ്പോൾ 64നെ നമുക്ക് സ്ക്വയർ നമ്പറായിട്ടും ക്യൂബ് നമ്പറായിട്ടും എഴുതാനായിട്ട് കഴിയും. ആർ ദർ അതർ നമ്പേഴ്സ് ദാറ്റ് ആർ ബോത്ത് സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ്. അപ്പോൾ സ്ക്വയേഴ്സായിട്ടും ക്യൂബ്സായിട്ടും രണ്ടുമായിട്ടും എഴുതാൻ പറ്റുന്ന അതർ നമ്പേഴ്സ് ഉണ്ടോ? ഈസ് ദർ എ വേ ടു ഡിസ്ക്രൈബ് സച്ച് നമ്പേഴ്സ് ഇൻ ജനറൽ. അപ്പോൾ ഈ നമ്പേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ജനറലായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ഇതേപോലത്തെ മറ്റ് നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സ്ക്വയേഴ്സായിട്ടും ക്യൂബ്സായിട്ടുമുള്ള മറ്റ് നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ 64നെ ഇവിടെ എങ്ങനെയാണ് എഴുതിയത്? 64നെ 8 സ്ക്വയർ എന്നും എഴുതി, 4 ക്യൂബ് എന്നും എഴുതി. 8 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 2 ക്യൂബ് ദ ഹോൾ സ്ക്വയർ. 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം, 2 സ്ക്വയർ ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ ഇതാ നോക്കി, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്താ? എ റൈസ് ടു എം എൻ. അപ്പോൾ ഇതെന്തായി? 2 റൈസ് ടു 3 ഇൻറ്റു 2 6. ഇവിടെ 2 ഇൻറ്റു 3 6. അപ്പോൾ നോക്കിയേ, പവർ എന്തായിട്ടാണ് വന്നേ? രണ്ടിൻ്റെയും പവർ 6 ആയിട്ട് വന്നു. അപ്പോൾ പവർ 6 ആയിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? സ്ക്വയേഴ്സായിട്ടും ക്യൂബ്സായിട്ടും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് 6നെ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? യെസ്, ദർ ആർ അതർ നമ്പേഴ്സ് ദാറ്റ് ആർ ബോത്ത് സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് എന്തെഴുതാം? എക്സാമ്പിൾ നമുക്ക് 9 ക്യൂബ്. ഇതൊരു ക്യൂബ് നമ്പറാണ്. 9 ക്യൂബ് ഈസ് 729. ഇതിനെ തന്നെ നമുക്ക് 27 സ്ക്വയർ എന്ന് എഴുതാം. 27 സ്ക്വയറും എന്താ? 729 ആണ്. അപ്പോൾ ഇവിടെ 729നെ നമുക്ക് സ്ക്വയർ നമ്പറായിട്ടും ക്യൂബ് നമ്പറായിട്ടും എഴുതാനായിട്ട് സാധിക്കും. 9 ക്യൂബ് എന്താ? 9 ഈസ് 3 സ്ക്വയർ ദ ഹോൾ ക്യൂബ്. 27 ഈസ് 3 ക്യൂബ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്താ? 3 റൈസ് ടു 6. ഇതും 3 റൈസ് ടു 6. കണ്ടോ? ഇവിടെയും പവർ എന്തായിട്ട് വന്നു? 6 ആയിട്ട് വന്നു. അപ്പോൾ പവർ 6 ആയിട്ട് വരുന്ന എല്ലാത്തിനെയും നമുക്കിങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ജനറൽ റൂൾ നമുക്ക് എന്ത് പറയാം? ദ 6th പവർ ഓഫ് എനി നമ്പർ, അതായത് n റൈസ് ടു 6 ഈസ് ബോത്ത് എ സ്ക്വയർ ആൻഡ് എ cube.
ഇതിനേക്ക് എഴുതാം 1/6 എഴുതാം, 2/6 എഴുതാം, ദാറ്റ് ഈസ് 64. 3/6 എഴുതാം, 729. 4/6 എഴുതാം, 4096. ഇതിനെല്ലാം നമുക്ക് എന്തായിട്ട് എഴുതാം? സ്ക്വയർ ആയിട്ടും ക്യൂബായിട്ടും എഴുതാനായിട്ട് സാധിക്കും. 2/6 നമുക്ക് 2 cube the whole raised to 6, അതായത് 8/6 എന്ന് എഴുതാം. അതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 2 ക്യൂബ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/6 3 cube the whole raised to 6 എന്ന് എഴുതാം. അതേപോലെ 2 3/2 the whole raised to ക്യൂബ് എന്ന് എഴുതാം. 3 ക്യൂബിനെ നമുക്ക് 27 സ്ക്വയർ എന്ന് എഴുതാം. 3 സ്ക്വയറിനെ നമുക്ക് 3 സ്ക്വയർ ദ ഹോൾ ക്യൂബിനെ നമുക്ക് 9 ക്യൂബ് എന്നും എഴുതാം. കണ്ടോ, സ്ക്വയറായിട്ടും ക്യൂബായിട്ടും എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിജിറ്റൽ ലോക്കർ ഹാസ് ആൻ ആൽഫ ന്യൂമറിക്. ഇറ്റ് ക്യാൻ ഹാവ് ബോത്ത് ഡിജിറ്റ്സ് ആൻഡ് ലെറ്റേഴ്സ്. പാസ്കോഡ് ഓഫ് ലെങ്ത് 5. സം എക്സാമ്പിൾ കോഡ്സ് ആർ G89P0, 38098, BRJKW and 003AZ. How many such codes are possible? അപ്പോൾ ഡിജിറ്റൽ ലോക്കറിന് ആൽഫ ന്യൂമറിക് പാസ്കോഡ് ആണുള്ളത്. അതായത് 5 ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഡിജിറ്റ്സും ലെറ്റേഴ്സും യൂസ് ചെയ്ത് മൊത്തം 5 ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ എത്ര പാസ്കോഡ് എഴുതാൻ പറ്റും? അതായത് ഡിജിറ്റ്സും ലെറ്റേഴ്സും യൂസ് ചെയ്ത്. ഡിജിറ്റ്സ് എന്ന് പറയുമ്പം 0 തൊട്ട് 9 വരെ ഉള്ളതാണ്. അപ്പോൾ എത്ര കാണും ഡിജിറ്റ്സ്? 0 തൊട്ട് 9 വരെ മൊത്തം 10 ഡിജിറ്റ്സ് കാണും. ആൽഫബറ്റ്സ് എത്ര കാണും? 26. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് പാസ്കോഡ് എന്ന് പറയുന്നത് 5 ആണ്. ടോട്ടൽ ചോയ്സസ് ഓഫ് ആൽഫബറ്റ് ആൻഡ് ലെറ്റേഴ്സ് for each slot. എന്ത് വരും? ആൽഫബറ്റ്സ് 26 ആണ്, ലെറ്റേഴ്സ് 10 ആണ്. അപ്പോൾ ടോട്ടൽ 36. അപ്പോൾ ടോട്ടൽ പോസിബിൾ കോഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ പോസിബിൾ കോഡ്സ് ഈസ് ഈക്വൽ ടു മൊത്തം 36 ആണ് ആൽഫബറ്റും ലെറ്റേഴ്സും കൂടെ ഉള്ളത്. അപ്പോൾ 5 ആണ് പാസ്കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 36/5 എന്ന് എഴുതാം. അതായത് 36 + 36 + 36 + 36 + 36, അതായത് 5 ടൈംസ് 36നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 36/5. അടുത്ത ക്വസ്റ്റ്യൻ, ദ വേൾഡ് വൈഡ് പോപ്പുലേഷൻ ഓഫ് ഷീപ്പ് 2024 is about 10/9 and that of goats is also about the same. What is the total population of sheep and goats? അപ്പോൾ 2024 ഷീപ്പിൻ്റെ പോപ്പുലേഷൻ വേൾഡ് വൈഡിൽ 10/9 ആയിരുന്നു. ഗോട്ടിൻ്റെതും സെയിം തന്നെയാണ്, 10/9 ആണ്. അപ്പോൾ ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും കൂടെ ടോട്ടൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താ? 10/9 10/9 കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? 10/9 + 10/9. 10/9 + 10/9 എന്ന് പറയുന്നത് എന്താ? 2 × 10/9 ആണ്. അപ്പോൾ 2 × 10/9 ഓപ്ഷൻ 5 ഉണ്ട്, ഓപ്ഷൻ 6ഉം കറക്റ്റാണ്. 2 ഓപ്ഷൻസും കറക്റ്റാണ്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ആൻഡ് റൈറ്റ് ദി ആൻസർ ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസറിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ നോക്കാം. ഇഫ് ഈച്ച് പേഴ്സൺ ഇൻ ദ വേൾഡ് ഹാഡ് 30 പീസസ് ഓഫ് ക്ലോത്തിങ്, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീസസ് ഓഫ് ക്ലോത്തിങ്. അപ്പോൾ ഈ വേൾഡിലെ ഓരോ പേഴ്സണും 30 പീസസ് ഓഫ് ക്ലോത്തിങ് ഉണ്ട് എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പീസസ് ഓഫ് ക്ലോത്തിങ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലോബൽ പോപ്പുലേഷൻ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എസ്റ്റിമേറ്റഡ് ഗ്ലോബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8.2 × 10⁻⁹ ആണ്. അപ്പോൾ ഓരോ പേഴ്സണും എന്തുണ്ട് 30 പീസസ് ഓഫ് ക്ലോത്ത് വെച്ചുണ്ട് എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 8.2 × 10⁻⁹ നമ്മൾ
30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ പീസസ് ഓഫ് ക്ലോത്തിങ് കിട്ടും. അപ്പോൾ 8.2 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 30 8.2 അതായത് 82 ഇൻറ്റു 3 ചെയ്യുന്നു. 3 2s are 6, 8 3s are 24. 30യുടെ 0യും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്രയാണ്, ഒരു ഡിജിറ്റാണ്. അപ്പോൾ അതാ ഇവിടെ നമ്മൾക്ക് 246 ഇൻറ്റു 10⁻⁹ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതണം, 2.46 ഇൻറ്റു ഇത് 10⁻⁹ എന്നുള്ളത് എന്താകും, ഡെസിമൽ പോയിൻറ്റ് 2 ഡിജിറ്റ്സ് കൂടെ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇത് 10⁻11 ആവും. അപ്പോൾ 2.46 ഇൻറ്റു 10⁻11 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദെയർ ആർ അബൌട്ട് 100 മില്യൺ ബീ കോളനീസ് ഇൻ ദ വേൾഡ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഹണി ബീ ഇഫ് ഈച്ച് കോളനി ഹാസ് അബൌട്ട് 5000 ബീസ്. അപ്പോൾ 100 മില്യൺ ബീ കോളനീസ് ആണ് വേൾഡിലുള്ളത്. ഓരോ കോളനിയിലും 50,000 ബീസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ഹണി ബീ എത്രയാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ ആൻസേഴ്സ് എടുത്തിട്ടുണ്ട്, ഇത്രയും എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബി കോളനിയിൽ ബി കോളനീസ് 100 മില്യൺ ആണ് എന്ന് പറഞ്ഞു. 100 മില്യൺ എന്ന് പറയുന്നത് 10⁻8 ആണ് അല്ലേ. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ സിസ്റ്റമാണ്. അപ്പോൾ 1s 10s 100s 1000 10,000 100,000, അടുത്തത് മില്യൺ ആണ്. അപ്പം മില്യൺ 10 മില്യൺ 100 മില്യൺ. ഓക്കെ, നമ്മൾ സീറോസ് ഇട്ട് കൊടുത്താൽ 1 2 3 4 5 6 7 8 ഇതാണ് 100 മില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര സീറോസ് ഉണ്ട് ഇവിടെ, 3 + 3 6 + 2 8. അതുകൊണ്ടാണ് ഇവിടെ 10⁻8 എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബി കോളനീസ് എന്ന് പറയുന്നത് 10⁻8 ആണ്. ഓരോ കോളനിയിലും നമ്പർ ഓഫ് ബീസ് എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഹണി ബി എന്ന് പറയുന്നത് എന്താ, 50,000 ഇൻറ്റു 10⁻8. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ട് നമ്മൾ എഴുതുന്നു. ഇത്രയും ലെങ്ത് ആയിട്ടല്ല സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതുന്നത്. അപ്പോൾ ഇത് 5.0 ഇൻറ്റു, അപ്പോൾ നമ്മൾക്ക് ഇവിടെ എത്ര ഉണ്ട്, 4 സീറോസും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ 10⁻8ൻ്റെ കൂടെ 4ഉം കൂടെ ആഡ് ചെയ്താൽ 10⁻12. അപ്പോൾ 5 ഇൻറ്റു 10⁻12 എന്ന് നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതാം. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, the human body has about 38 trillion bacterial cells. Find the bacterial population residing in all humans in the world. അപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയിലെ ബാക്ടീരിയൽ സെൽസ് എന്ന് പറയുന്നത് 38 ട്രില്യൺ ആണ്. അപ്പോൾ വേൾഡിലുള്ള എല്ലാ ഹ്യൂമൻസിലെയും ഉള്ള ബാക്ടീരിയൽ പോപ്പുലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 38 ട്രില്യൺ എന്ന് പറയുമ്പോൾ എന്ത് വരും, 38 ഇൻറ്റു 10⁻12 ബാക്ടീരിയൽ സെൽസ് എന്ന് നമുക്കിതിനെ എഴുതാം. വേൾഡ് പോപ്പുലേഷൻ നമ്മൾ നേരത്തെ കണ്ടു, 8.2 ഇൻറ്റു 10⁻9 ആണ്. അപ്പോൾ 38 ട്രില്യൺ എന്ന് പറയുമ്പോൾ അതിന് എന്ത് വരും, 10⁻12 വരും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് 38 ഇൻറ്റു 10⁻12ഉം 8.2 ഇൻറ്റു 10⁻9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്താവും, 38 ഇൻറ്റു 8.2 ഇൻറ്റു 10⁻21 ആവും. ഇനി 38 ഇൻറ്റു 8.2 അതായത് 82 ചെയ്താൽ 8 2s are 16, 3 2s are 6 + 1 7, 8 8 are 64, 8 3s are 24 + 6 30, 6 11 1 3 ഇങ്ങനെ കിട്ടി. 3116 ഇവിടെ ഡെസിമൽ പോയിൻ്റ് വരുമ്പോൾ ഇവിടെ വരും പോയിൻ്റ്, ഇതാ ഇങ്ങനെ കിട്ടി, ഇൻറ്റു 10⁻21. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് 3 കഴിഞ്ഞിട്ട് വരണം. 3 പോയിൻറ്റ്, അപ്പോൾ എത്ര ഡിജിറ്റ്സ് കൂടെ മാറി, 2 ഡിജിറ്റ്സ് കൂടെ. അപ്പോൾ 21 എന്നുള്ളത് 23 ആവും. അപ്പോൾ 3.116 ഇൻറ്റു 10⁻23 എന്നായിട്ട് മാറും.
അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് എത്ര ഡിജിറ്റ്സ് മാറ്റുന്നോ അതനുസരിച്ച് 10ൻ്റെ പവർ ഇവിടെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി അടുത്തത് 4th ക്വസ്റ്റ്യൻ. ടോട്ടൽ ടൈം സ്പെൻഡ് ഈറ്റിംഗ് ഇൻ എ ലൈഫ് ടൈം ഇൻ സെക്കൻഡ്സ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ ടൈം സെക്കൻഡ്സിൽ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം നമ്മൾ 70 ഇയേഴ്സ് ആയിട്ട് എടുക്കുന്നു. ഈ ഒരു ദിവസം നമ്മൾ ഈറ്റിങ്ങിന് എടുക്കുന്ന ടൈം നമുക്ക് 1 hour ആയിട്ട് എടുക്കാം. അപ്പോൾ 1 hourനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 hour എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പോൾ എന്ത് വരും? 3600 സെക്കൻഡ്സ് വരും. അപ്പോൾ 1 hour എന്ന് പറയുന്നത് 3600 സെക്കൻഡ്സ് ആണ്. 70 ഇയേഴ്സ് ഉണ്ട് അല്ലേ? 70 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര ഡേയ്സ് ആണ്? 365 × 70 ചെയ്യണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 3600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഈറ്റിങ്ങിന് എടുക്കുന്ന ടൈം സെക്കൻഡ്സിൽ കിട്ടും. മനസ്സിലായല്ലോ? നമ്മുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 70 ഇയേഴ്സ് ആണ് എടുത്തത്. 70 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര ഡേ വരും? ഇതിനെ 70 × 365 ചെയ്താൽ മതി. ഇനി ഒരു ദിവസം നമ്മൾ 1 hour ആണ് ഈറ്റിംഗ് ടൈമായിട്ട് എടുക്കുന്നത്. 1 hour എന്ന് പറയുന്നത് സെക്കൻഡ്സിൽ 3600 ആണ്. അപ്പോൾ നമ്മൾ 70 ഇയേഴ്സിൽ ഈറ്റിങ്ങിന് എടുക്കുന്ന ടൈം സെക്കൻഡ്സിൽ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 365 × 70 × 3600. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ കിട്ടും. ഇതിന് സയൻറ്റിഫിക് നൊട്ടേഷനിൽ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് എവിടെ വരണം? 9 കഴിഞ്ഞിട്ട് വരണം. അത് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ എന്തെഴുതാം? 9.198 × 10⁻⁷ സെക്കൻഡ്സ് എന്ന് എഴുതാം. സീറോസ് നമ്മൾ എഴുതില്ല. സീറോസ് അല്ലാതെയുള്ള ബാക്കി ഡിജിറ്റ്സ് ആണ് നമ്മളിവിടെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ട്രൈ ദീസ് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കാം.